അളവ് ബ്ലൗസിൽ നിന്നും അളവെടുത്ത് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കസ്റ്റമറുടെ അളവ് ബ്ലൗസ് എടുത്തിട്ടുണ്ട്. ഈ തുണിയിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഈ തുണിയെ രണ്ടായിട്ടൊന്ന് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതിൻ്റെ വണ്ണം ഒന്ന് നോക്കണം. വണ്ണം നോക്കുന്നത് ഇതാ ഇങ്ങനെയാണ്. ഈ ഹുക്ക് ഇടുന്ന ഭാഗം മാറ്റി നിർത്തി അവിടുന്ന് ഈ കൈക്കുഴിയുടെ അവിടോട്ട് നേരെ പിടിച്ചു കൊടുക്കുക. അപ്പോൾ 9.5 ഇഞ്ചാണ് വണ്ണം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 9.5യുടെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്താൽ മതി എന്നുള്ളവർ 11 ഇഞ്ച് കൊടുക്കാം. അതല്ല 2 ഇഞ്ച് തയ്യൽ തുമ്പ്, ഞാൻ 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. പിന്നെ അകത്തോട്ട് ഒത്തിരി കിടക്കുന്നത് ഞാൻ ഒന്ന് ഷേപ്പിൽ വെട്ടി കൊടുത്തതിന് ശേഷം ലോക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ്. ഞാൻ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കും. അപ്പോൾ 11.5 ഇഞ്ച്. ഇവിടെ 11.5 കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഇവിടെ കറക്റ്റ് 11.5ആണ് കിട്ടുന്നത്. ഒരു ശകലം കൂടി അങ്ങോട്ടൊന്ന് നീക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ 11.5 കിട്ടുന്നുണ്ട് ഇവിടെ. അടുത്തതായിട്ട് ഇവിടുന്ന് ഈ താഴത്ത് നേരെ ഒരു വര അങ്ങ് വരച്ചു കൊടുക്കാം. തുണി കയറി ഇറങ്ങിയൊക്കെ കിടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നേരെ ഒരു വര വരച്ചു കൊടുക്കാം. അതിനുശേഷം നീളം എത്രയാണെന്ന് നോക്കാം. നീളം കാണുന്നത് ഈ ഷോൾഡറിൻ്റെ നടുക്ക് ടേപ്പ് പിടിക്കുക. പിടിച്ചതിന് ശേഷം താഴേക്ക് ഒന്ന് നേരെ പിടിച്ചു കൊടുക്കുക. നേരെ പിടിച്ചു കൊടുത്തിട്ട് ഇതിപ്പം ഇറക്കം വന്നിരിക്കുന്നത് 14.5 ഇഞ്ചാണ്. ആ 14.5യുടെ കൂടെ ഒരു 3/4 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 15.4. ആ 15.4 ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. 15.4 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇതൊന്ന് നേരെ നമുക്ക് വരച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഇനി അടുത്തത് കഴുത്തകലം കാണണം. അതിനുവേണ്ടിയിട്ട് ബ്ലൗസ് നേരെ തിരിച്ചിടുക. കഴുത്തകലം നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കണക്കാക്കാം. അതിന് വേണ്ടിയിട്ട് ഈ കഴുത്തെല്ലാം ഒന്ന് നേരെ ഒന്ന് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം ഇവിടുന്ന് താഴേക്ക് നേരെ ടേപ്പ് പിടിക്കാം. ടേപ്പ് പിടിച്ചതിന് ശേഷം അവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇവിടുന്ന് ഈ അടയാളപ്പെടുത്തിയെടുത്തുനിന്ന് ഇങ്ങോട്ട് നേരെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിപ്പം 2 ഇഞ്ചും 2.25 ഇഞ്ച് ഓളം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു 2 ഇഞ്ചൊക്കെ കൊടുത്താൽ മതിയാവും. കാരണം ഇച്ചിരി പ്രായമുള്ളവർക്കാകുമ്പോൾ ഒത്തിരി വൈഡായിട്ടൊന്നും നിൽക്കുന്നത് ഇഷ്ടമുണ്ടായിരിക്കത്തില്ല. അപ്പം ഒരു 2 ഇഞ്ച് കഴുത്തിൻ്റെ വിട്ടായിട്ട് ഒരു 2 ഇഞ്ച് എടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഷോൾഡർ കാണണം. ഷോൾഡർ കാണുന്നത് ഇത് ഇങ്ങനെയാണ്. ഷോൾഡർ കാണേണ്ടത് ഇതിപ്പം 2.25 ഇഞ്ചുണ്ട് ഷോൾഡർ. 2.25 ഇഞ്ചിൻ്റെ കൂടെ 2 സൈഡിലേക്കും തയ്യൽ തുമ്പ് പോകണ്ടേ. അതിനുവേണ്ടി തയ്യൽ തുമ്പും കൂടെ കൂട്ടി ഒരു 3/4 ഇഞ്ച് 3 ഇഞ്ച് തയ്യൽ തുമ്പ് കുറച്ചെടുക്കുന്നവർ 1/2 ഇഞ്ച് കൂട്ടി എടുത്താൽ മതി. അപ്പോൾ 2.25 എടുത്താൽ മതി. അതല്ല തയ്യൽ തുമ്പ് അത്യാവശ്യം ഇട്ട് തയ്ക്കുന്നവരാണെങ്കിൽ ഒരു 3 ഇഞ്ച് എടുക്കുക. ഞാനിവിടെ 3 ഇഞ്ച് എടുക്കുന്നത്. അടുത്തായിട്ട് ബാക്ക് നെക്കാണ് നമ്മൾ ആദ്യം വിട്ടുന്നത്. അപ്പോൾ ബാക്ക് നെക്കിൻ്റെ ഇറക്കം നോക്കണം. അതിന് വേണ്ടിയിട്ട് ബ്ലൗസ് നേരെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. നേരെ ഒന്ന് വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇറക്കം എത്രയാണെന്ന് നോക്കണം. ഇതിപ്പം 7.5 ഇഞ്ചാണ് ഇറക്കം വന്നിരിക്കുന്നത്. ആ 7.5 ഇഞ്ച് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. അതിനുശേഷം നമ്മൾ മുകളിലെടുത്ത് ഈ 2 ഇഞ്ച് ഉണ്ടല്ലോ, ആ 2 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്താം. ഇത് നേരെ വരച്ചു. ഇവിടുന്ന് ഇങ്ങനെ നേരെ വരച്ചു കൊടുത്തു. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് റൗണ്ട്, ഒത്തിരി അങ്ങ് വൈഡാക്കി എടുക്കണ്ട. ചെറുതായിട്ടൊന്ന് വൈഡാക്കി വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ എടുത്ത് കറക്റ്റാണോ നോക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഈ ബാക്ക് നെക്ക് ഈ ഷോൾഡറിൻ്റെ അവിടുന്ന് മറ്റേ ഷോൾഡർ വരെ എത്രയുണ്ടെന്ന് നോക്കാം. അതിനുവേണ്ടി ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുത്ത് ഷോൾഡർ ഇത് ഇവിടം വരെയാണ്. 10.25 വന്നിരിക്കുന്നത്. 20.25 ഒരു പോയിൻറ്റും കൊണ്ട്
അതിൻ്റെ പകുതി എടുക്കുക. ഇത് നമ്മൾ മടക്കിയിട്ടേക്കല്ലേ, അപ്പോൾ അതിൻ്റെ പകുതിയല്ലേ. ഇത് നമ്മൾ ബാക്ക് നെക്ക് ഫുള്ളാണ് എടുത്തത്, ഈ 20 എന്ന് പറയുന്നത്. ഇത് പകുതി മടക്കി ഇട്ടിരിക്കുമ്പോൾ അതിൻ്റെ പകുതി മതി. അപ്പോൾ അതിന് വേണ്ടി ടേപ്പ് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്ത് അതിൻ്റെ പകുതി കാണാം. 10ഉം 1 പോയിൻറ്റും കൂടെ. അപ്പോൾ അത് ഇവിടെ കിട്ടുന്നുണ്ടോ എന്നൊന്ന് വെച്ച് നോക്കാം. 6, 7, 8, 9, 10 കിട്ടുന്നില്ല. അപ്പോൾ ഒരു ശകലം കൂടി ഒന്ന് താഴ്ത്തി കൊടുക്കും. ഇതിപ്പോൾ നമ്മൾ അളവെടുക്കുന്നത് അത്ര ഇറക്കം എടുക്കുന്നത് ചിലപ്പോൾ കറക്റ്റ് ആയില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കഴുത്തൊന്ന് നോക്കുന്നത്. അതിനുശേഷം ഇനി ഒന്നും കൂടെ ഒന്ന് അളന്ന് നോക്കുക. 10 കിട്ടുന്നുണ്ട്, 10ഉം 1 പോയിൻറ്റും കിട്ടുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് ആംപോൾ അടയാളപ്പെടുത്തി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ ഷോൾഡർ തന്നെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്ത് നോക്കാം. ഷോൾഡർ വന്നത് ഫുൾ ഷോൾഡർ വന്നിരിക്കുന്ന 5 ഇഞ്ചാണ്. ആ 5 ഇഞ്ച് ഇവിടുന്ന് താഴേക്ക് ഒന്ന് അടയാളപ്പെടുത്തി. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ 5 ഇഞ്ച് ഇവിടെയും ഒന്ന് അടയാളപ്പെടുത്തി. അതിനുശേഷം നമ്മുടെ വണ്ണം എന്ന് പറയുന്നത് 9.5 ഇഞ്ചായിരുന്നു. ആ 9.5 ഇവിടെ അടയാളപ്പെടുത്താം. തയ്യൽത്തുമ്പ് നമുക്ക് പിന്നെ കൊടുക്കാവേ. ഇപ്പോൾ ഈ 9.5 ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം ഇവിടുന്ന് മുകളിലേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 5 ഇഞ്ചില്ലേ, ഈ 5 ഇഞ്ചിൻ്റെ പകുതി ഇവിടെ ഒന്ന് അടയാളപ്പെടുത്താം, 2.5 ഇഞ്ച്. അതിനുശേഷം ഈ 2.5 ഇഞ്ചും ഈ 1.5 പിന്നെ ഇവിടെ എടുത്ത 9.5 ഇത് ഇത്രയും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയൊന്ന് ജോയിൻ ചെയ്തു. അടുത്തായിട്ട് ഫ്രണ്ടിൽ നിന്ന് വേണം നമ്മൾ കൈക്കുഴി അളന്നെടുക്കാൻ. ഇത് എത്രയാണ് വരുന്നതെന്ന് കൈക്കുഴി ഒന്ന് നോക്കാം. 7, 7.5, 7.25, 8 ഇഞ്ചോളം വരുന്നുണ്ട്. അപ്പോൾ ആ 8 ഇഞ്ച് ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. 5, 6, 7, 8 ഇഞ്ച്. 8 ഇഞ്ച് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മാറ്റി വരച്ച് കൊടുക്കേണ്ട കാര്യമില്ല. അഥവാ നിങ്ങൾക്ക് 8 ഇഞ്ച് കിട്ടിയില്ല, 8 ഇഞ്ച് ഒരു 7.5 കിട്ടിയെന്ന് വെച്ചോ, അപ്പോൾ ഒരു കാര്യം ചെയ്യണം, ഇവിടുന്ന് ഒരു 4 ഇഞ്ചും കൂടെ താഴോട്ട് നീക്കി വരച്ച് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ട്രേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് അളന്ന് നോക്കുക 8 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന്. അങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്ത് വരച്ച് കൊടുക്കണം. ഞാൻ ഇവിടെ 2 ഇഞ്ചാണ് തയ്യൽത്തുമ്പ് കൊടുക്കുന്നത്. ആ 2 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുകയാണ്. ഇനി താഴത്തെ വണ്ണം, ഇവിടുത്തെ വണ്ണത്തിനെക്കാട്ടിൽ ഒരു 1/2 ഇഞ്ച് കുറച്ച് താഴെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതിപ്പോൾ 11.5ആണ്. നമുക്കിവിടെ താഴെ ഒരു 11 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം ഇത് നേരെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇതിന് ഡാർട്ടൊക്കെ വരുമ്പോഴത്തേക്കിനും കുറച്ചും കൂടി ഒന്ന് ഒതുങ്ങി വരും. നമുക്ക് ഈ അപ്പോൾ ബാക്ക് പാർട്ട് ഇത്രയേ ഉള്ളൂ. ഇതിന് കട്ട് ചെയ്തെടുക്കാം. ഷോൾഡർ തയ്ക്കാൻ നേരം ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം വേണമെങ്കിൽ ഇപ്പോഴും കട്ട് ചെയ്ത് കൊടുക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ തയ്ക്കാൻ നേരം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഫ്രണ്ട് പീസ് നമുക്ക് ആംപോൾ ഇത് തന്നെ വെച്ച് ട്രേസ് ചെയ്ത് കൊടുക്കുക. അതിന് മുന്നേ ഇവിടെ നമ്മൾ ഫ്രണ്ടിൽ പടി വെക്കണ്ടേ, ഹുക്ക് ഇടാനുള്ള, അതിന് വേണ്ടിയിട്ട് ഒരു 4 ഇഞ്ച് നീക്കി വെച്ച് കൊടുക്കണം. എന്നിട്ട് ഷോൾഡർ നേരെ ഒന്ന് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം
നമുക്ക് ഈ ആം ഹോൾ ഒന്ന് വരച്ചെടുക്കാം. ആം ഹോൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ ചരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഇറക്കം കൂടുതൽ എടുക്കണം. ബാക്കിൽ നമ്മൾ 3/4 ഇഞ്ചാണ് തയ്യൽ തുമ്പെടുത്തത്. ഫ്രണ്ടിലാവുമ്പോൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പെടുക്കണം. അതെന്തിനാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ 15.25 ബാക്കിലേക്ക് എടുത്തത്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ 1.5 ഇഞ്ച് വേണം. 1.5 ഇഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും 16 ഇഞ്ചാണ്. 16 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആ മാർക്ക് ചെയ്ത് കൊടുത്തത് ഒന്ന് നേരെ വരയ്ക്കാം. നേരെ വരച്ചു. ഇനി ഇവിടെ നമ്മൾ 11.5 അല്ലേ എടുത്തത്, ആ 11.5 തന്നെ താഴെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നേരെ വരച്ചു കൊടുക്കാം. 11.5 ഇവിടെ ഒരു 4 ഇഞ്ചും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 11.25. അപ്പോൾ 11.25 അടയാളപ്പെടുത്തി കൊടുത്തു. ഇനി അടുത്തത് ഫ്രണ്ട് നെക്ക്. ഫ്രണ്ട് നെക്ക് ഇറക്കം എത്രയാണെന്ന് നോക്കാം. ഫ്രണ്ട് നെക്കിൻ്റെ ഇവിടെ നമ്മുടെ കഴുത്തകലം എന്ന് പറയുന്നത് ഇപ്പം 4 ഇഞ്ച്, ഇവിടുത്തെ 4 ഇഞ്ച് കൂടെ കൂട്ടി 2.25 ആ 2.25 ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി അടുത്തത് ഇറക്കം നോക്കാം. ഇറക്കം നോക്കാനായിട്ട് ഈ ഫ്രണ്ടിനൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ താഴേക്ക് അളന്ന് നോക്കാം. ഇതിപ്പോൾ 6 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. ആ 6 ഇഞ്ച് നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇവിടെ നിങ്ങോട്ട് 2.25 ഇഞ്ച് ഇതൊന്ന് നേരെ വരച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രണ്ട് നെക്ക് എത്ര ഉണ്ടെന്ന് നോക്കാം. ഈ ഹുക്കിടുന്ന ഭാഗത്തുനിന്ന് വേണം കേട്ടോ ഫ്രണ്ട് നെക്ക് ഫുൾ എത്ര ഉണ്ടെന്ന് നോക്കാൻ. ഈ സൈഡിൽ ഇവിടെ നമ്മൾ ഹുക്ക് ഇടുന്ന പടിയും കൂടെ വരുമ്പോഴത്തേക്കിന് കൂടുതലായിട്ട് കാണും. അപ്പോൾ ഈ സൈഡിൽ നോക്കിയാൽ മതി. ഇവിടെ ഇപ്പം വരുന്നത് 8.25 ഒരു പോയിൻറ്റും കൂടെ വരുന്നുണ്ട്. ഈ 4 ഇഞ്ച് ഇവിടെ വിട്ടതിന് ശേഷം ആ 8.25 ഒരു പോയിൻ്റ് ഇവിടെ കിട്ടുന്നുണ്ടോ നോക്കണം. 8 വരുന്നുള്ളൂ. 4 ഇഞ്ചും കൂടെ വരാനുണ്ട്. അപ്പോൾ ഇച്ചിരി ഒന്ന് താത്ത് വരച്ചു കൊടുക്കാം. ഇതൊന്ന് അളന്ന് നോക്കാം. 4 ഇഞ്ച് വിട്ടതിന് ശേഷം വീണ്ടും ഒന്ന് അളന്ന് നോക്കാം. ഇപ്പോൾ 8.25 ഒരു ഇഞ്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതാ ഈ ഒരു പടി അടയാളപ്പെടുത്തണ്ടേ. പടി അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടുന്ന് 4 ഇഞ്ച് താഴേന്ന് മുകളിലേക്ക് ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്തണം. ഇവിടെ സെൻറ്ററിൽ നിന്ന് ഒരു 3 ഇഞ്ച്, ഇവിടുന്ന് 3.5 ഇഞ്ച്. ഇത് ഇത്രയും കൂടെ ഒന്ന് ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കാം. ഇവിടെ ഷേപ്പിൽ വരയ്ക്കുമ്പോൾ ഇച്ചിരി മുകളിലോട്ട് കയറി നിൽക്കും, അത് കുഴപ്പമില്ല. വരച്ചു കൊടുക്കും. ഇനി ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 3 ഇഞ്ച്. വണ്ണം കുറവുള്ളവർക്ക് ഈ 3 ഇഞ്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 2.25 ഒക്കെ എടുത്താൽ മതിയാകും. ഇവിടുന്ന് പിന്നെ ഒരു 3 ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്തണം. 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇവിടുന്ന് മുകളിലേക്ക് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി.
ഇത് ഇത്രയും കൂടെ അങ്ങ് ജോയിൻ ചെയ്യും. ഇതാ ഇങ്ങനെ വരച്ചു കൊടുത്തു. ഇത് നമുക്ക് ഡാർട്ട് ഇടാനുള്ളതാണ് കേട്ടോ. ഇത് ഇത്രയും കൂടെ പിടിച്ച് ഡാർട്ട് ഇടും. ഇവിടുന്ന് നമ്മൾ ഈ 3 ഇഞ്ച് അടയാളപ്പെടുത്തിന് അതിൻ്റെ മുകളിലായിട്ട് ടേപ്പ് വെക്കുക. വെച്ചിട്ട് 1.5 ഇഞ്ച് വിട്ടതിന് ശേഷം ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഇനി ഇവിടുന്ന് നേരെ ടേപ്പ് പിടിക്കാം. നേരെ ടേപ്പ് പിടിച്ചിട്ട് ഇവിടുന്ന് 1.5 ഇഞ്ച് വിടുക. 1.5 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്താം. എല്ലാവരും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഡാർട്ട് അടയാളപ്പെടുത്തുന്നത്. ഞാൻ ഈ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫ്രണ്ട് പാർട്ടും കൂടെ കട്ട് ചെയ്ത് തരാം. തയ്ക്കാൻ നേരം ഈ ഫ്രണ്ട് പീസിനകത്തിൽ ഇച്ചിരി കുഴിച്ച് വെട്ടി കൊടുക്കണം. ഈ പീസും കൂടി ഞാൻ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും താഴത്തെ പടിയും ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഈ തുണി ഒന്ന് 4ആയിട്ട് മടക്കിയിട്ട് കൊടുക്കാം. നാലായിട്ട് മടക്കിയിട്ട് കൊടുത്തു. അതിനുശേഷം സ്ലീവിൻ്റെ നീളം ഒന്ന് നോക്കുക. നീളം എന്ന് പറയുന്നത് 8.25 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ആ 8.25 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് മടക്കി അകത്തോട്ട് വെക്കാനും പിന്നെ അല്ലാതെ 2 സൈഡിലും മടക്കി അടിക്കാനുമായിട്ട് ഒരു 1/2 ഇഞ്ചും മൊത്തം 9.25 ഇഞ്ച് 9.25 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം 2 സൈഡിൽ. ഈ തേരുവശം ഒന്ന് കട്ട് ചെയ്ത് കളയും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ തേരുവശം വരുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി വലിഞ്ഞൊന്നും കിടക്കത്തില്ല. അപ്പോൾ ഒത്തിരി ടൈറ്റ് ആവാതെ ഒന്ന് വലിഞ്ഞൊക്കെ കിടക്കണമെന്നുണ്ടെങ്കിൽ തേരുവശം കട്ട് ചെയ്ത് മാറ്റാം. അടുത്തതായിട്ട് ഇറക്കം നമുക്ക് ഇവിടുന്ന് താഴേക്ക് ഒരു 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 3 ഇഞ്ച്. ഈ 3 ഇഞ്ചും ഇങ്ങനെ നേരെ വെച്ചൊന്ന് വരച്ചു കൊടുക്കാം. ഇതിൻ്റെ പകുതിയാണ്. ഇപ്പോൾ ഇവിടുന്ന് ഇത്രയും 10 ഇഞ്ചാണ് മൊത്തം ഉള്ളത്. ആ 10 ഇഞ്ചിൻ്റെ പകുതി 5 ഇഞ്ച്. ഇവിടെ നമ്മുടെ തയ്യൽ തുമ്പ് 2 ഇഞ്ച് കൂടെ അടയാളപ്പെടുത്താം. എന്നിട്ട് ഇവിടെ അകത്തോട്ടൊരു 1/4 ഇഞ്ചും ഇവിടെ വെളിയിലോട്ട് ഒരു 1/2 ഇഞ്ചും അടയാളപ്പെടുത്താം. ഇത് ഇത്രയും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇത്രയും പോയിൻറ്റും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. അതിനുശേഷം ഇനി നമുക്ക് ഈ കൈക്കുഴി ഒന്ന് അളന്ന് നോക്കാം എത്രയാണെന്നുള്ളത്. നേരത്തെ അളന്നായിരുന്നു 8.25 വരുന്നത്. 8.25 ഈ 2 ഇഞ്ച് വിട്ടതിന് ശേഷം 8.25 കിട്ടുന്നുണ്ടോ നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8,
6, 7, 8, 8.25 കിട്ടുന്നുണ്ട്. അപ്പം ഇവിടെ ഇനി വണ്ണം നോക്കണം. കൈയുടെ വണ്ണം എത്രയാണെന്ന് നോക്കാം. ഇവിടെ 5.5 ഇഞ്ചാണ്. 5.5 ഇഞ്ച്. അതിൻ്റെ കൂടെ ഇവിടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തത് കൊണ്ട് ഇവിടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തുകയാണ്. 1.5 വേണ്ടവർക്ക് 1.5 കൊടുക്കാം. ഇത് നേരെ വരച്ചു. ഇങ്ങനെയാണ്. ഇനി സ്ലീവ് നമുക്ക് കട്ട് ചെയ്തിടാം. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതിന് നല്ല വശവും ചീത്ത വശവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ കുഴിച്ച് വെട്ടാനുള്ളതും കൂടെ ഒരു സൈഡ് നമുക്ക് കട്ട് ചെയ്ത് വിടാം. ഇത് നൂത്ത് വെക്കുക. സ്ലീവ് നൂത്ത് വെച്ചതിന് ശേഷം ഫ്രണ്ടും ബാക്കും ഉള്ള തുണിയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അല്ല തയ്ക്കാൻ നേരം നിങ്ങൾ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തെറ്റത്തില്ല. ഇതിപ്പോൾ ഫ്രണ്ട് ബാക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു സൈഡൊന്ന് കുഴിച്ച് വെട്ടി കൊടുക്കാം. ഈ തയ്യൽ തുമ്പിന് മുകളിൽ വരെ വെട്ടാവുള്ളൂ. തയ്യൽ തുമ്പിൻ്റെ അവിടോട്ട് അങ്ങോട്ട് വെട്ടി കൊടുക്കരുത്. കുഴിച്ച് വെട്ടുന്നത് പോകരുത്. അപ്പോൾ ഇത് കയ്യും വെട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ വെക്കാൻ പടി വേണ്ടേ. അതിനുവേണ്ടി പടിയൊക്കെ വെട്ടിയെടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര രീതിയിൽ വെട്ടിയെടുക്കാവുന്നതാണ്. അതിന് ഇന്ന അളവ് തന്നെ വേണമെന്നൊന്നുമില്ല. തൽക്കാലം ക്രോസ് പീസ് വെട്ടുന്നതും കൂടെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഒരു തുണി ഇങ്ങനെയാണ് ശരിക്കും ഈ തുണി വരുന്നത്. ഇങ്ങനെയാണ്. ആ തുണി ഒന്ന് ചരിച്ചിട്ട് കൊടുത്തിട്ട് വരച്ചിട്ട് കട്ട് ചെയ്യുന്നവർക്ക് വരച്ചിട്ട് കട്ട് ചെയ്യാം. ഇതല്ലാന്നുണ്ടെങ്കിൽ അല്ലാതെയും കട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഈ ഒരു സ്കെയിലിൻ്റെ അളവിലങ്ങ് എടുക്കുവാണ്, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അത്രയും വീതിയിലൊന്നും എടുക്കണമെന്നില്ല. എടുത്താൽ നമ്മൾ തയ്ച്ച് ചെയ്തിട്ട് ബാലൻസ് കട്ട് ചെയ്ത് കളയും. ഇത് ഈ ക്രോസ് പീസ് ഇങ്ങനെ വെട്ടിയെടുക്കും. ഇങ്ങനെയാണ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് രണ്ടും കൂടെ ഇങ്ങനെ വെച്ച് തയ്ക്കുമ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ നേരെ വെച്ചതിന് ശേഷം ഇങ്ങനെ നേരെ അടിച്ചിട്ട് ബാലൻസിൻ്റെ ഇങ്ങനെ നേരെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ അടിക്കാവുന്നതാണ്. ഇതല്ലെന്നുണ്ടെങ്കിൽ 2 പീസ് ഓപ്പോസിറ്റ് സൈഡ് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു വിടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ക്രോസ് പീസും കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് നമുക്ക് ബാക്കിൽ വെക്കാൻ പടി വേണം, അത് കട്ട് ചെയ്തെടുക്കാം. അത് മടക്കി അടിക്കാനും കൂടെ വേണ്ട രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബ്ലൗസിൻ്റെ കട്ടിങ് എന്ന് പറയുന്നത് ഇത്രയൊക്കെ വരുന്നുള്ളൂ. ഫ്രണ്ട് ബാക്ക് സ്ലീവ് അതിന് വേണ്ട പീസുകളൊക്കെ കട്ട് ചെയ്തെടുത്തു. ഓക്കെ, താങ്ക് യു.